Hello everyone, welcome back to the channel. നമ്മൾ GMAT 201ന്റെ സെക്കൻഡ് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വെക്ടർ സ്പേസസിന്റെ കുറച്ച് പോർഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഇന്ന് സബ് സ്പേസസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സെറ്റ് വി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒരു വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് വെക്ടേഴ്സിനെ എടുത്താൽ ആ 10 ആക്സിയംസ് അതിലത്ത് പറഞ്ഞിരുന്ന 10 ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് ഓഫ് എലമെന്റ്സിനെയാണ് ആ സെറ്റിനെയാണ് നമ്മൾ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. ഇന്ന് സബ് സ്പേസസ് എന്താണെന്ന് നോക്കാം. സപ്പോസ് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ അതിന്റെ ഒരു സബ്സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് W കൺസിഡർ ചെയ്യുകയാണ്. ആ W എന്ന് പറയുന്നത് ഒരു സബ് സ്പേസ് ആകണമെങ്കിൽ W'നകത്തുള്ള എല്ലാ എലമെന്റുകളും ഈ വെക്ടർ സ്പേസിന്റെ അതേ പ്രോപ്പർട്ടികൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമ്മൾ 10 ആക്സിയംസ് പറഞ്ഞിരുന്നു. ഈ 10 ആക്സിയംസും Wയിലെ എടുക്കുന്ന ഓരോ എലമെന്റുകളും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 10 ആക്സിയംസും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ വെക്ടർ അഡീഷനും അതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും അത് ട്രൂ ആണെന്നുള്ള ആ രണ്ട് കണ്ടീഷൻസ് മാത്രം ചെക്ക് ചെയ്താൽ മതി. കാരണം ഒബ്വിയസ്ലി നമ്മൾ വെക്ടർ സ്പേസ് വി എന്നാണ് എലമെന്റ്സിനെ എടുക്കുന്നത്. സോ നാച്ചുറലി ഡബ്ല്യുവിന് വിന്റെ അതേ പ്രോപ്പർട്ടികളെല്ലാം ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടും. സോ നമുക്ക് പ്രൂവ് ചെയ്യാൻ വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും അത് ക്ലോസ്ഡ് ആണെന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. സബ് സ്പേസിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. W equal to the set of all triplets x1, 0, x3, where x1, x3 are the real numbers. That forms a subspace of R3 with standard operations. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ W equal to set of all triplets x1, 0, x3 എന്ന് പറയുന്ന ഫോമിൽ വരുന്ന പോയിന്റുകളുടെ കളക്ഷൻ അല്ലെങ്കിൽ ആ വെക്ടേഴ്സിന്റെ കളക്ഷൻ എടുത്താൽ അത് R3യുടെ ഒരു സബ് സ്പേസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ R3യുടെ സബ് സ്പേസ് ആയിരിക്കണമെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഓപ്പറേഷൻസ് അണ്ടർ അഡീഷൻ, വെക്ടർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും അത് ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പൊ ആ പ്രോപ്പർട്ടികളെല്ലാം ആ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താലാണ് ഇത് സബ് സ്പേസ് ആവുകയുള്ളൂ അല്ലെ. അപ്പൊ സബ് സ്പേസിന് W ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1, 0, x3 ഈ രീതിയിൽ എടുക്കാവുന്ന ട്രിപ്ലറ്റുകളുടെ കളക്ഷൻ അതൊരു സബ് സ്പേസ് ആയിരിക്കും. ഓക്കെ, ഈ W എന്ന് പറയുന്നത് ഒരു സബ് സ്പേസിന് എക്സാമ്പിൾ ആണ്. R3യുടെ ഒരു സബ് സ്പേസ് ആണ്. ഇനി നമുക്ക് ഒരു സെറ്റ് തരുവാണ്, ഒരു സബ്സെറ്റ് തരുവാണ്. അങ്ങനെയെങ്കിൽ അത് സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ 10 ആക്സിയമും നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് ഓപ്പറേഷൻസ്, അതായത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ വെക്ടർ അഡീഷനും ഈ രണ്ട് പ്രോപ്പർട്ടീസും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതാണ് ടെസ്റ്റ് ഫോർ സബ് സ്പേസിൽ പറയുന്നത്. W എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ്, വിയുടെ ഒരു നോൺ എംപ്റ്റി സെറ്റ് എടുത്തു. W ഈസ് എ സബ് സ്പേസ് ഓഫ് വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് the two conditions are satisfied, that are first one, if u and v are in W, then u plus v is in W. അതായത് ഡബ്ല്യുവിനകത്ത് ഏത് രണ്ട് വെക്ടേഴ്സ് എടുത്താലും അത് വെക്ടർ അഡീഷന് ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് രണ്ട് വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സമ്മ് ആ സെറ്റിനകത്ത് തന്നെ കാണണം. യു വി എന്നുള്ള രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ u plus v should be in the same set W. ദെൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന് ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് യു എന്ന് പറയുന്ന ഒരു എലമെന്റ് W എന്ന് എടുക്കുന്നു, സി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കെയിലാർ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രോഡക്റ്റ്, അതായത് സി ടൈംസ് യു എന്ന് പറയുന്നത് ഈസ് ഇൻ W. CU എന്ന് പറയുന്നതും ഡബ്ല്യുവിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും W എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി സബ് സ്പേസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ വെക്ടർ അഡീഷനും ഇത് രണ്ടും ആ സെറ്റ് തന്നിരിക്കുന്ന സെറ്റ് സബ്സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. Let W be the set of all 2x2 symmetric matrices. Then W is a subspace of the vector space M 2x2 with the standard operations of matrix addition and scalar multiplication. അപ്പോൾ V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ്, ആ വെക്ടർ സ്പേസ് ഇവിടെ എന്താ എടുത്തിരിക്കുന്നത്? M22, അതായത് സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സിന്റെ കളക്ഷൻ ആണ് M22 എന്ന് പറയുന്നത്. അതൊരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്കറിയാം. അതിന്റെ ഒരു 2x2 ഓർഡറുള്ള എല്ലാ സിമെട്രിക് മെട്രിക്സുകളുടെ കളക്ഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ M22 എന്ന് പറയുന്നത് എല്ലാ 2x2 ഓർഡറിലുള്ള മെട്രിക്സസും ഈ വെക്ടർ സ്പേസിനകത്ത് വരും. അതിൽ നമ്മൾ ഏതൊക്കെ കാറ്റഗറി മാത്രമേ എടുത്തിട്ടുള്ളൂ? സിമെട്രിക് മെട്രിക്സസ് ആയിട്ടുള്ള, അതായത് 2x2 ഓർഡറുള്ള സിമെട്രിക് മെട്രിക്സസിനെ മാത്രം എടുത്തിട്ട് ഒരു സബ്സെറ്റ് ഫോം ചെയ്തു. അതായത് W എന്ന് പേര് വിളിച്ചു. ആ W എന്ന് പറയുന്നത് ഒരു സബ് സ്പേസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ W എന്ന് പറയുന്നത് ഒരു സബ് സ്പേസ് ആകണമെങ്കിൽ മുമ്പേ പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടികൾ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് വെക്ടർ അഡീഷന് ക്ലോസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആയിരിക്കണം.
അപ്പോൾ നമ്മൾ എടുക്കുന്ന സെറ്റ് എങ്ങനെയാണ്? നമ്മളെടുത്ത മെട്രിസസ് എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിസസ് ആണ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ എന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഒരു സ്ക്വയർ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ആ മെട്രിക്സിന് ഇക്വലന്റ് ആയിരിക്കണം, അല്ലെ? അപ്പോൾ മെട്രിക്സ് ഇപ്പൊ എ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എയുടെ ട്രാൻസ്പോസ് എന്ത് തന്നെയായിരിക്കണം? എ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് സിമെട്രിക് മെട്രിക്സ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് വരുന്ന രീതിയിലുള്ള കുറെ മെട്രിക്സുകളുടെ കളക്ഷൻ എടുത്തു, എല്ലാ മെട്രിക്സുകളുടെ കളക്ഷൻ എടുത്തു. അതാണ് സിമെട്രിക് മെട്രിക്സിന്റെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് W എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണെന്ന് പറയണം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഷോ ദാറ്റ് W is closed and മെട്രിക്സ് അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതിന് വേണ്ടിയിട്ട് രണ്ട് മെട്രിക്സസ് എടുത്തു. A1 A2 എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് എടുത്തു, സിമെട്രിക് മെട്രിക്സ് എടുത്തു. ഓക്കെ, ഡബ്ല്യുവിനകത്തുള്ള എലമെന്റുകളെല്ലാം എന്താണ്? 2x2 ഓർഡറുള്ള സിമെട്രിക് മെട്രിക്സസ് ആണ്. സോ നമ്മൾ എടുക്കുന്ന രണ്ട് മെട്രിക്സും എങ്ങനെയായിരിക്കും? സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും? 2x2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ എന്താണ്? A1 ട്രാൻസ്പോസിന് ഇക്വലന്റ് ആണ്. അതുപോലെ A2 എന്ന് പറഞ്ഞാൽ A2 ട്രാൻസ്പോസിന് ഇക്വലന്റ് ആണ്. A1 equal to A1 transpose and A2 equal to A2 transpose as we considered W as a set of all 2x2 symmetric matrices. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് വെക്ടർ അഡീഷൻ ആണ്. അപ്പൊ നമ്മൾ രണ്ട് സിമെട്രിക് മെട്രിക്സ് എടുത്താൽ അതിന്റെ അഡീഷൻ എന്ന് പറയുന്നതും ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെട്രിക്സ് എടുത്തു, A1 A2 എടുത്തു, അതിന്റെ ട്രാൻസ്പോസ് എടുത്തു. ഓക്കെ, A1 plus A2 ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിനെ ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് A1 ട്രാൻസ്പോസ് പ്ലസ് A2 ട്രാൻസ്പോസ്. ഇനി A1 ട്രാൻസ്പോസ് എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് A1 ഇക്വലന്റ് ആണ്, കാരണം A1 ഈസ് എ സിമെട്രിക് മെട്രിക്സ്. സോ A1 എഴുതി. A2 ട്രാൻസ്പോസിന് പകരം നമ്മൾ A2 തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ A1 പ്ലസ് A2 ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? A1 പ്ലസ് A2 എന്ന് കിട്ടി. ഈ A1 A2 എന്ന് പറയുന്നത് എന്താ? 2x2 ഓർഡറിലുള്ള മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ സമ്മ് എങ്ങനെ തന്നെയായിരിക്കും? ഒരു 2x2 ഓർഡറുള്ള മെട്രിക്സ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സിമെട്രിക് മെട്രിക്സും ആയിരിക്കും അത്. അപ്പൊ A1 പ്ലസ് A2 ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് A1 പ്ലസ് A2. അതായത് സിമെട്രിക് മെട്രിക്സിന്റെ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആയി. ഓൾസോ സമ്മും രണ്ട് 2x2 മെട്രിക്സിന്റെ സം എന്ന് പറയുന്നത് അഗെയിൻ ഒരു 2x2 മെട്രിക്സ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? W is closed under മെട്രിക്സ് അഡീഷൻ. മെട്രിക്സ് അഡീഷനിൽ W എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അതായത് ഡബ്ല്യുവിനകത്ത് ഏത് രണ്ട് വെക്ടർ എടുത്താൽ, ഇവിടെ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ മെട്രിസസ് ആണ്. അപ്പൊ ഏത് രണ്ട് മെട്രിക്സ് എടുത്ത് ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്താ? ഒരു സിമെട്രിക് മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അതാണ് W is closed under മെട്രിക്സ് അഡീഷൻ എന്ന് പറയുന്നത്. അതിനെ ഞാൻ A എന്ന് നൊട്ടേറ്റ് ചെയ്തു. ദെൻ ഇനി നമുക്ക് ഇതോടെ പ്രൂവ് ചെയ്യണം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും കൂടെ ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ C ഇൻറ്റു A ഹോൾ ട്രാൻസ്പോസ് എടുത്തു. ദാറ്റ് ഈസ് C ഇൻറ്റു A ട്രാൻസ്പോസ്. C എന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. ദെൻ മെട്രിക്സിന് മാത്രമായിരിക്കും ട്രാൻസ്പോസ് ഉണ്ടായിരിക്കും. അപ്പൊ C ടൈംസ് A ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഓൾസോ A ട്രാൻസ്പോസ് ഈസ് A. ഓക്കെ, അപ്പൊ C ടൈംസ് A എന്ന് വരും. അപ്പൊ എന്താ കിട്ടിയത്? C ടൈംസ് A ഹോൾ ട്രാൻസ്പോസ് ഈസ് ഇക്വലന്റ് ആസ് C ടൈംസ് A. അപ്പോൾ ഒരു വാല്യൂവിന്റെ ട്രാൻസ്പോസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്ന സെയിം മെട്രിക്സ് തന്നെയായിട്ട് കിട്ടി. അപ്പോൾ സിമെട്രിക് മെട്രിക്സിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഓൾസോ ഒരു 2x2 ഓർഡറുള്ള ഒരു മെട്രിക്സിനെ നമ്മൾ അതിനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ ഓർഡറിനൊന്നും വ്യത്യാസം വരാം, അല്ലെ? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ഓരോ മെമ്പറിനെയും ആ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഓർഡറിനൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന A എന്നുള്ള മെട്രിക്സ് 2x2 ഓർഡർ ആണെങ്കിൽ C ടൈംസ് A എന്ന് പറയുന്നതും 2x2 ഓർഡർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ C A എന്ന് പറയുന്നത് 2x2 ഓർഡറിലുള്ള ഒരു സിമെട്രിക് മെട്രിക്സ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് W എന്ന് പറയുന്നത് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആർബിട്രറി ചൂസൺ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് A എന്ന് പറയുന്നത്. ഓൾസോ ഇറ്റ് ഈസ് സിമെട്രിക്. അപ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അത് ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. അതിനെ B എന്ന് നൊട്ടേറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ പറഞ്ഞ A B എന്നുള്ള രണ്ട് കണ്ടീഷൻ വഴി നമുക്ക് എന്ത് പറയാം? W എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണ്. M22ന്റെ, അതായത് സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിക്സിന്റെ കളക്ഷൻ. അതൊരു വെക്ടർ സ്പേസ് ആണ്, അതിന്റെ ഒരു സബ്സ്പേസ് ആണ് ഈ W എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത് സിമെട്രിക് മെട്രിക്സുകളുടെ കളക്ഷൻ ആണ്. അപ്പൊ അത് സബ്സ്പേസ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ എല്ലാ കളക്ഷനും എടുത്തു കഴിഞ്ഞാൽ സബ്സ്പേസ് ആവും? ഇല്ല. നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ തൊട്ട് മുമ്പേ നമ്മൾ കൺസിഡർ ചെയ്തത് W എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിക്സസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അതായത് A ട്രാൻസ്പോസ് ഈക്വൽ ടു A വരുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള
2x2 ഓർഡറുള്ള മെട്രിക്സുകളാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞത് ഓർഡർ 2 തന്നെ, പക്ഷേ ആ മെട്രിക്സ് എന്താണ്? സിംഗുലർ മെട്രിക്സസ് ആണ്. ഓക്കെ, സിംഗുലർ മെട്രിക്സസിന്റെ പ്രത്യേകത എന്താണ്? ഒരു മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെയായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ ഡിറ്റർമിനന്റ് വാല്യൂ ഇപ്പോൾ സപ്പോസ് എ എന്നുള്ള മെട്രിക്സ് എടുക്കണമെങ്കിൽ ഡിറ്റർമിനന്റ് എ ഷുഡ് ബി 0. ഇപ്പോൾ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ സിംഗുലർ മെട്രിക്സ് എന്ന് പറയാം. ഡിറ്റർമിനന്റ് വാല്യൂ 0 എന്ന് പറയുവാണെങ്കിൽ അതിനെ സിംഗുലർ മെട്രിക്സ് പറയാം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെട്രിക്സസ് ഏത് ഫോമിലുള്ളതാണ്? അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 വരുന്ന രീതിയിലുള്ള എകളുടെ കളക്ഷനാണ് നമ്മൾ W ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംഗുലർ മെട്രിക്സസിന്റെ കളക്ഷൻ എടുത്താൽ അത് ഒരു സബ്സ്പേസ് ഫോം ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംഗുലർ മെട്രിക്സസിന്റെ കളക്ഷൻ എടുത്താൽ അതൊരു സബ്സ്പേസ് ഫോം ചെയ്യില്ല. അപ്പോൾ സബ്സ്പേസ് ആകുന്നില്ല എങ്കിൽ ആ പറഞ്ഞ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് അല്ലാതായിട്ട് മാറും. അതുകൊണ്ടാണ് ഇത് സബ്സ്പേസ് ആയിട്ട് വരാത്തത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ സെറ്റ് ഓഫ് ഓൾ സിംഗുലർ മെട്രിക്സസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓർഡർ 2 ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു മെട്രിക്സ് എ എന്നിരിക്കട്ടെ. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. എന്തേ കണ്ടീഷനുള്ളൂ? അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെ രണ്ട് മെട്രിക്സ് കൺസിഡർ ചെയ്യുക. എ ബി എന്നുള്ള മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ എ എന്നുള്ളത് 1 0 0 0 ഈ ഒരു രീതിയിൽ എടുത്തു. നോക്കിയേ, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ്? ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സ് കളഞ്ഞിട്ട് ഡിറ്റർമിനന്റ് 1 0 0 0 ഈ ഫോം എടുക്കാം. 1 × 0 0 0 - 0 = 0 എന്ന് വരും. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിട്ട് കിട്ടി. അപ്പോൾ ഈ മെട്രിക്സ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ വേറൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണ്. അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കും. അങ്ങനെയുള്ള മെട്രിക്സുകളുടെ കളക്ഷനാണ് W എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ഒരു മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. 0 0 0 1 ഇങ്ങനെ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. നോക്കി, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെ തന്നെയായിരിക്കും? 1 × 0 is 0 0 0 0 1 കൊടുത്തു. വാല്യൂ കൺസിഡർ ചെയ്താൽ 0 - 0 0 വരും. അപ്പോൾ ഡിറ്റർമിനന്റ് ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആവുന്ന രണ്ട് മെട്രിക്സുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ സബ്സ്പേസ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഈ രണ്ട് മെട്രിക്സുകളുടെ സം എടുത്താൽ അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് ഏതിൽ തന്നെ വരണം? ഈ W അകത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് A + B ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. A എന്ന് പറയുന്നത് 1 0 0 0. ഓക്കെ, ദെൻ B എന്ന് പറയുന്നത് 0 0 0 1. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്കറിയാം, രണ്ട് മെട്രിക്സുകൾ നമ്മൾ ആഡ് ചെയ്യാൻ കറസ്പോണ്ടിങ് പ്ലേസസിലുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്താൽ മതി. 1 + 0 1 0 + 0 0 0 + 0 0 0 + 1 1. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്താ? 1 0 0 1 ആണ്. നിങ്ങൾക്കറിയാം 1 0 0 1 എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. സോ ഡിറ്റർമിനന്റ് ഓഫ് A + B എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് 1 0 0 1. അതായത് 1 × 1 1 - 0 × 0 0 1 - 0 is 1. നമുക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു? നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ 0 ഉള്ള രണ്ട് മെട്രിക്സ് കൺസിഡർ ചെയ്ത് അത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 1 ആണ് കിട്ടിയത്, 0 അല്ല. ഈ അഡീഷൻ ചെയ്തപ്പോൾ എന്താണ്? ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയാൽ മാത്രമേ ഇത് W എലമെന്റ് ആവൂ. ഓക്കെ, ഇവിടെ ഡിറ്റർമിനന്റ് വാല്യൂ 1 ആണ് നമുക്ക് കിട്ടിയത്. സോ A + B എന്ന് പറയുന്നത് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് W എലമെന്റ് അല്ല. അതുകൊണ്ട് സബ്സ്പേസ് ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കാരണം സെക്കൻഡ് കണ്ടീഷനിൽ നോക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് രണ്ട് മെട്രിക്സുകളുടെ സം എന്ന് പറയുന്നത് W-നകത്ത് ഇല്ല എന്ന് കിട്ടി. വെക്ടർ അഡീഷൻ, അതായത് W എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് മെട്രിക്സസിൽ ക്ലോസ്ഡ് അല്ല, അല്ലെങ്കിൽ മെട്രിക്സ് അഡീഷന് ക്ലോസ്ഡ് അല്ല എന്നുള്ള രീതിയിൽ കിട്ടി. W എന്ന് പറയുന്നത് മെട്രിക്സ് അഡീഷന് ക്ലോസ്ഡ് അല്ല എന്ന് കിട്ടി. സോ W is not a subspace of M22. ഇത് വെക്ടർ സ്പേസ് M22 അതിന്റെ സബ്സ്പേസ് ആകില്ല. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ടോപ്പിക്സ് ആയിട്ട് വരുന്ന വീഡിയോസിൽ കാണാം. താങ്ക് യു.